Hello friends, welcome to my channel. എല്ലാവരും സുഖമായിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാംഗോ കസ്റ്റർഡ് പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. എങ്കിലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അരക്കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഷുഗർ അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്തു. ഇനി പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒന്ന് തിക്കാവുന്നത് വരെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഇതിൽ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കാണ്ട് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ വേണ്ടത്. നന്നായിട്ട് കട്ടിയാവണം. നമ്മൾ ചൈന ഗ്രാസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. ഞാനിപ്പോൾ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം മധുരമുള്ളതാണ് കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ലെയർ നമുക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ അടിച്ചു വെച്ച മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. തേർഡ് ലെയർ വീണ്ടും കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കട്ട് ചെയ്ത് വെച്ച മാംഗോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബദാമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. നിങ്ങളെ കയ്യിലുള്ള നട്ട്സ് എടുക്കുക. പിന്നെ കാണാനൊരു ഭംഗിക്ക് ഞാൻ പുതിനയുടെ ലീഫും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാഷ്നട്ട് അല്ലെങ്കിൽ പിസ്ത അങ്ങനത്തെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മാംഗോ കസ്റ്റാർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.